ആതുര സേവനത്തിന് കാരുണ്യം എന്നുകൂടി അർത്ഥമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 204-ാം ജന്മവാർഷികമാണ് അടുത്ത മാസം മെയ് 12-ന് ആചരിക്കുന്നത്. നഴ്സിംഗ് ഒരു കലയാണെന്നും അത് അങ്ങനെയാണെങ്കിൽ പരിപൂർണ സമർപ്പണവും അതികഠിനമായ പരിശ്രമവും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഫ്ലോറൻസ് നഴ്സിംഗിൻ്റെ ഒരു തുറന്ന പുസ്തകമാണ്. നഴ്സിംഗ് ഒരു സേവനമാണെന്ന് സ്വജീവിതത്തിലൂടെ അടിവരയിട്ട നൈറ്റിംഗേലിനെയാണ് ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക എന്ന് ലോകം വിശേഷിപ്പിച്ചത്. ബ്രിട്ടനിൽ നിന്ന് ഇറ്റലിയിൽ കുടിയേറിയ ഒരു അതിധനിക കുടുംബത്തിലായിരുന്നു ഫ്ലോറൻസിൻ്റെ ജനനം. വില്യം എഡ്വേർഡ് ഫ്രാൻസിസ് സ്മിത്ത് ദമ്പതികൾക്ക് പിറന്ന രണ്ടാമത്തെ കുട്ടിക്ക് അവൾ പിറന്നു വീണ ഫ്ലോറൻസ് എന്ന പ്രദേശത്തിൻ്റെ പേര് തന്നെയാണ് മാതാപിതാക്കൾ സമ്മാനിച്ചത്. കുട്ടിക്കാലത്തു തന്നെ ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഭാഷകളിൽ ഫ്ലോറൻസ് പ്രാവീണ്യം നേടി. ഗണിതശാസ്ത്രത്തിലും അവൾ അറിവ് സ്വന്തമാക്കി. തൻ്റെ പിതാവിൻ്റെ എസ്റ്റേറ്റുകൾക്ക് അടുത്ത് താമസിച്ചിരുന്ന പാവപ്പെട്ടവരുടെ ജീവിതവും ദുരിതങ്ങളും നൊമ്പരങ്ങളും കൊച്ചു ഫ്ലോറൻസിനെ വളരെയേറെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാനുള്ള ഒരു കാരണമായി അത് മാറി. ആതുര സേവന രംഗത്ത് നേഴ്സായി പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം തൻ്റെ മാതാപിതാക്കളെ ഫ്ലോറൻസ് അറിയിച്ചെങ്കിലും അവൾക്ക് അനുകൂല മറുപടിയല്ല ലഭിച്ചത്. സമ്പന്ന കുടുംബത്തിൽ പിറന്ന മകൾക്ക് പറ്റിയ ജോലിയല്ല നേഴ്സിംഗ് എന്നായിരുന്നു പിതാവിൻ്റെ നിലപാട്. നേഴ്സിംഗ് പഠനത്തിന് സമ്മതം കിട്ടിയില്ലെങ്കിലും പാവങ്ങളുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനവുമായി ഫ്ലോറൻസ് മുന്നോട്ടു പോയി. എന്നാൽ ധനികരായ ഫ്ലോറൻസിൻ്റെ മാതാപിതാക്കൾക്ക് ഇത് ഏറെ പ്രയാസമുണ്ടാക്കി. വിവാഹാലോചനകളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഫ്ലോറൻസ് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ചില ലേഖനങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും നേഴ്സിംഗിനെ പറ്റി അവർ ആധികാരികമായി പഠിച്ചു. കാരുണ്യവും കൂടുതൽ ചിട്ടയായ പ്രവർത്തനവും നേഴ്സിംഗ് രംഗത്ത് ആവശ്യമാണെന്ന് അവൾ മനസ്സിലാക്കി. ആ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ മാത്രമേ നേഴ്സിംഗ് രംഗം ഉടച്ചു വാർക്കാനാവൂ എന്ന് അവൾ മനസ്സിലാക്കി. 1844-ൽ ജർമ്മനിയിലേക്ക് അവൾ യാത്രയായി. അവിടെ കൈസർവർത്ത് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു. നേഴ്സിംഗിനെ പറ്റി അവിടെ വച്ച് ഫ്ലോറൻസ് ഗഹനമായി പഠിച്ചു. പിന്നീട് ഗ്രീസ്, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവൾ ലണ്ടനിൽ തിരിച്ചെത്തി. 1853-ൽ ലണ്ടനിൽ കെയർ ഓഫ് സിക്ക് ജെന്റിൽവുമൺ എന്ന സ്ഥാപനത്തിൻ്റെ സൂപ്രണ്ടായി ചുമതലയേറ്റു. ഇതിനിടെയാണ് ബ്രിട്ടനിൽ കോളറ പടർന്നു പിടിക്കുന്നത്. രോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അനേകരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഫ്ലോറൻസിനായി. 1853-56-ലെ ക്രിമിയൻ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് നേഴ്സിംഗ് ലോകത്ത് ഇന്ന് കാണുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ. ബ്രിട്ടീഷ് സഖ്യവും റഷ്യൻ സാമ്രാജ്യവുമായി നടന്നതാണ് ക്രിമിയൻ യുദ്ധം. യുദ്ധം ആരംഭിച്ച് ഒരു വർഷത്തോളം തികയും മുൻപേ 20,000-ഓളം ബ്രിട്ടീഷ് സൈനികർ യുദ്ധത്തിൽ പരിക്കേറ്റ് സൈനിക ക്യാമ്പിലും മറ്റും അഭയം പ്രാപിച്ചു. എന്നാൽ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ സൈനികാശുപത്രിയിൽ ഡോക്ടർമാർ രോഗികളെ അവഗണിച്ചു. മുറിവേറ്റ സൈനികർക്ക് മരുന്നോ കാര്യമായ പരിചരണമോ അവർ നൽകിയിരുന്നില്ല. ഇവരെ ശുശ്രൂഷിക്കാൻ ഒരു വനിതാ നഴ്സ് പോലും അവിടെ ഇല്ലായിരുന്നു. ഈ വാർത്ത കേട്ട ഫ്ലോറൻസ് ഒരു സംഘവുമായി അവിടേക്ക് യാത്രയായി. 38 നേഴ്സുമാരും 15 കത്തോലിക്ക സന്യാസിമാരും അടങ്ങുന്ന ഒരു സംഘമാണ് അന്ന് ക്രിമിയയിലെ സൈനികാശുപത്രിയിലേക്ക് പോയത്. ഫ്ലോറൻസ് ഈ യുദ്ധഭൂമിയിൽ തൻ്റെ ദൗത്യം എന്തെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ക്യാമ്പിൻ്റെ ചുറ്റുപാടുകൾ അവൾ വൃത്തിയാക്കി. സൈനികരുടെ വസ്ത്രങ്ങളും കിടക്കയും മറ്റും ശുചിയാക്കി. ഗുണനിലവാരമുള്ള ഭക്ഷണവും മരുന്നും വസ്ത്രങ്ങളും അവൾ ഉറപ്പാക്കി. വായനയിൽ താൽപ്പര്യമുള്ളവർക്കായി ഒരു പുസ്തകശാല പോലും അവർ തുറന്നു. ദിവസവും 16 മണിക്കൂർ തുടർച്ചയായി 1.5 വർഷത്തോളം അവർ അവിടെ ജോലി ചെയ്തു. പരിക്കേറ്റ സൈനികരുടെ അടുത്ത് റാന്തൽ വിളക്കുമായി രാത്രികാലങ്ങളിൽ ഫ്ലോറൻസ് എത്തി. അവരോട് സാന്ത്വനം പകരുകയും അവരിൽ നിന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഓരോരുത്തരും സുഖമായി ഉറങ്ങുന്നുവെന്ന് അവൾ ഉറപ്പാക്കി. പരിക്കേറ്റ ചില സൈനികരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിലേക്ക് അവർ മടക്കിക്കൊണ്ടുവന്നു. വിളക്കുമായി സൈനികരുടെ അടുത്തെത്തുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ലണ്ടൻ ടൈംസ്
പത്രമാണ് ആദ്യമായി വിളക്കേന്തിയ വനിത എന്ന് വിശേഷിപ്പിച്ചത്. ക്രിമിയൻ യുദ്ധകാലത്തെ ഫ്ലോറൻസിന്റെ പ്രവർത്തനം രോഗീ പരിചരണത്തിൽ പല മാറ്റങ്ങൾക്കും വഴിവെച്ചു. രോഗീ പരിചരണം, ശുചിത്വ സംവിധാനം തുടങ്ങിയ വിഷയങ്ങളിൽ ഫ്ലോറൻസ് തയ്യാറാക്കിയ 830 പേജുള്ള ഒരു റിപ്പോർട്ട് ബ്രിട്ടനിൽ റോയൽ കമ്മീഷന്റെ രൂപീകരണത്തിനും കാരണമായി. ക്രൈമിയൻ യുദ്ധത്തിന് ശേഷം 1857 ഫ്ലോറൻസ് ബ്രിട്ടനിൽ തിരിച്ചെത്തിയത്. നാട്ടിൽ തിരിച്ചെത്തിയ അവർക്ക് രാജകീയ വരവേൽപ്പ് ലഭിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെ മാനിച്ച് ബ്രിട്ടനിലെ ഭരണകൂടം $2.5 ലക്ഷം സമ്മാനം പ്രഖ്യാപിച്ചു. ആ തുക നേഴ്സിംഗ് പരിശീലന പരിപാടിയിലേക്കാണ് അവർ സംഭാവന ചെയ്തത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ച് ആ തുക കൊണ്ട് ലണ്ടനിലെ സെന്റ് തോമസ് ആശുപത്രിയിൽ അവർ നേഴ്സുമാരുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ചു. 1865 മികച്ച പരിശീലനം നേടിയ നേഴ്സുമാരുടെ ആദ്യ ബാച്ച് പുറത്തു വന്നു. ലണ്ടനിലെ കിങ്സ് കോളേജിന്റെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നറിയപ്പെടുന്നു. ഫ്ലോറൻസിന്റെ നേഴ്സ് രംഗത്തെ അനുഭവങ്ങൾ പല രാജ്യങ്ങളും പ്രയോജനപ്പെടുത്തി. 1861 അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ പോലും അത് സഹായകരമായി. യുദ്ധഭൂമിയിലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ആർമി നേഴ്സിംഗ് എന്നൊരു പ്രത്യേക ശാഖയ്ക്ക് പോലും രൂപം നൽകി. നേഴ്സിംഗ് രംഗത്തെ ഫ്ലോറൻസിന്റെ പ്രവർത്തനങ്ങളിലെ മികവിനെ ആദരിച്ച് റോയൽ റെഡ് ക്രോസ് പുരസ്കാരം, ലണ്ടൻ നഗരത്തിന്റെ ഓണററി ഫ്രീഡം ബഹുമതി എന്നിവ ഫ്ലോറൻസിന് സമ്മാനിക്കപ്പെട്ടു. 1896 രോഗശയ്യയിലായ ഫ്ലോറൻസ് 1910 ഓഗസ്റ്റ് 13 തൻ്റെ 90-ാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഹാംഷറിലെ ഈസ്റ്റ് വെല്ലോ സെന്റ് മാർഗ്രറ്റ്സ് ചർച്ചിലാണ് അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.